ഹായ് ഹലോ നമസ്കാരം. റൂട്ട് കഫേയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യാത്രാ വീഡിയോ അല്ല, പക്ഷേ യാത്ര ചെയ്യുന്നവർക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു വാർത്തയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരു ഇൻഫർമേഷൻ വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഒട്ടുമിക്ക ആൾക്കാരും കേട്ടിട്ടുണ്ടാകും നമ്മുടെ ഈ ഒരു വാർത്ത. വേറെ ഒന്നുമല്ല, നമ്മുടെ കൊച്ചി വിമാനത്താവളത്തിൻ്റെ അടുത്ത് പുതിയ റെയിൽവേ സ്റ്റേഷൻ വരുന്നു എന്നുള്ളതാണ്. വാർത്ത എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ പറയാം. കൊച്ചി വിമാനത്താവളത്തിന് സമീപം റെയിൽവേ സ്റ്റേഷൻ വരുന്നു എന്നുള്ളതാണ്. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ്റെ ഇടപെടലിനെ തുടർന്ന് ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജർ ആർ എൻ സിംഗ് സ്ഥലം സന്ദർശിച്ചു എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ നിർദ്ദേശം നൽകിയതായിട്ടാണ് അറിയാൻ സാധിച്ചത്. പുതുക്കിയ എസ്റ്റിമേറ്റ് പ്രകാരം 19 കോടി രൂപയാണ് ഇതിന് ചെലവ് വരുന്നതെന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഉടൻ അംഗീകാരമാകുന്നതോടെ കരാർ ക്ഷണിച്ച് 1 വർഷത്തിനകം നമുക്ക് ഈ റെയിൽവേ സ്റ്റേഷൻ കിട്ടുമെന്നുള്ളതും അറിയാൻ സാധിച്ചു. നമുക്ക് ആ ഒരു പദ്ധതിക്ക് പച്ചക്കൊടി കാണിച്ചിരിക്കുകയാണ്. പുതിയ രൂപരേഖയിൽ സ്റ്റേഷന്റെ സ്ഥാനം സോളാർ പാടത്തിന്റെ ഭാഗത്തേക്ക് നീക്കിയിട്ടുണ്ട്. ട്രാക്കിന് സമീപം ഇരുവശത്തും റെയിൽവേയുടെ ഭൂമി ലഭ്യമായതുകൊണ്ട് തന്നെ മറ്റൊരു പ്രശ്നങ്ങളും ഇവിടെ സംഭവിക്കില്ല. അത്താണി ജംഗ്ഷൻ എയർപോർട്ട് റോഡിലെ മേൽപ്പാലം കഴിഞ്ഞാകും പ്ലാറ്റ്ഫോം തുടങ്ങുക. 24 കോച്ച് ട്രെയിനുകൾ നിർത്താനാകുന്ന 2 പ്ലാറ്റ്ഫോമുകൾ ഇവിടെ ഉണ്ടാകും. 2 വന്ദേ ഭാരത് ട്രെയിനുകൾക്കും ഇന്റർസിറ്റി ട്രെയിനുകൾ ഉൾപ്പെടെയുള്ളവയ്ക്കും ഇവിടെ സ്റ്റോപ്പ് ഉണ്ടാകുമെന്നും നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. പ്ലാറ്റ്ഫോമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുക റൺവേയുടെ അതിർത്തിയിലുള്ള ചൊവ്വര നെടുവന്നൂർ എയർപോർട്ട് റോഡിലേക്കാണെന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട്. മേൽപ്പാലത്തിന് താഴെയുള്ള റോഡിലൂടെ 1.5 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നമ്മുടെ സ്വന്തം കൊച്ചിൻ ഇന്റർനാഷണൽ വിമാനത്താവളത്തിലേക്ക് എത്താൻ സാധിക്കും. ഈ റൂട്ടിൽ ഇലക്ട്രിക് ബസ് ഏർപ്പെടുത്താമെന്ന് കൊച്ചി വിമാന കമ്പനി, അതായത് നമ്മുടെ സ്വന്തം സിയാൽ റെയിൽവേ അറിയിച്ചിട്ടുണ്ട്. കൊച്ചിൻ എയർപോർട്ട് എന്ന പേരാണ് സ്റ്റേഷന് ശുപാർശ ചെയ്തിരിക്കുന്നത്. എന്തായാലും നമ്മളൊക്കെ കാത്തിരുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ സ്വന്തം കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ അടുത്ത് നല്ലൊരു റെയിൽവേ സ്റ്റേഷൻ വരിക എന്നുള്ളത് ഒട്ടുമിക്ക ആൾക്കാരുടെയും ഒരു സ്വപ്നം തന്നെയായിരുന്നു. അതിപ്പം നിറവേറുകയാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഇതൊരു ഉപകാരപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം പല ഭാഗങ്ങളിൽ നിന്നും പല ദേശത്തു നിന്നുമായിട്ട് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് വരുന്ന ധാരാളം ആളുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു പ്രയോജനകരമാകുന്ന ഒരു കാര്യം തന്നെയാണ് എയർപോർട്ടിൻ്റെ അടുത്തുള്ള ഈ റെയിൽവേ സ്റ്റേഷൻ. മാത്രമല്ല, ഇപ്പം നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ വന്ന് അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ വന്നതിന് ശേഷം നമുക്കിപ്പം ഒരു ട്രെയിൻ യാത്ര നടത്തണമെന്നൊക്കെ ഉണ്ട് എങ്കിൽ, ട്രെയിനിൽ നമുക്ക് ആലപ്പുഴയ്ക്ക് പോകണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ വടക്കോട്ട് എവിടെയെങ്കിലും പോകണമെന്നുണ്ടോ എങ്കിൽ, അതും നമ്മുടെ വന്ദേ ഭാരത് പോലെയുള്ള ട്രെയിനുകളിൽ യാത്ര ചെയ്യണമെന്നുണ്ട് എങ്കിൽ നമുക്ക് കൂടുതൽ യാത്ര റോഡ് മാർഗം അല്ലാതെ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും അല്ലെങ്കിൽ തൊട്ടടുത്ത റെയിൽവേ സ്റ്റേഷനിൽ നിന്നും തുടരുക എന്നുള്ളതും വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ എന്തായാലും ഈ റെയിൽവേ സ്റ്റേഷൻ വരിക എന്നുള്ളത് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിനെ സംബന്ധിച്ച് അതൊരു വലിയ കാര്യം തന്നെയാണ്. അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ആൾക്കാർക്കും മറ്റുള്ള ആൾക്കാർക്കും എല്ലാം വളരെ പ്രയോജനകരമാകും എന്നുള്ളത് വേറെ ഒരു സംശയവുമില്ല. നമ്മുടെ സെൻട്രൽ മിനിസ്റ്റർ ജോർജ് കുര്യലിൻ്റെ ഇടപെടലിനെ തുടർന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പ്രത്യേക താല്പര്യമെടുത്ത് തന്നെയാണ് ഈ പദ്ധതി നടപ്പാക്കാൻ പോകുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പദ്ധതി എത്രയും പെട്ടെന്ന് തന്നെ സാധിക്കുമെന്നുള്ളത് നമ്മുടെ ഒരു വിശ്വാസമാണ്. അതെന്തായാലും പെട്ടെന്ന് തന്നെ നടക്കട്ടെ, നാടിന് ഗുണമുണ്ടാകട്ടെ. അപ്പം അതിനു വേണ്ടിയിട്ട് പ്രയത്നിച്ചിട്ടുള്ള എല്ലാവർക്കും നന്ദി. അതേപോലെ തന്നെ വേറൊരു കാര്യം കൂടെയാണ്, കൊച്ചി മെട്രോ ആലുവയിൽ നിന്നും അങ്കമാലി വരെ നീട്ടണമെന്നുള്ള ആവശ്യം ശക്തിപ്പെട്ടു വരുന്നുണ്ട്. മെട്രോ 3ാം ഘട്ടമായി കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് നീട്ടുന്നതിനായി കേന്ദ്ര പിന്തുണ തേടുന്നതായുള്ള വാർത്തകളും ഇതിനകം വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതും നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം നമുക്ക് ഇത്രയും വലിയ ട്രാഫിക്കിനിടയിൽ പെട്ട് നമ്മുടെ കൂടുതൽ സമയങ്ങൾ നഷ്ടപ്പെടാതെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം ട്രെയിൻ വഴിയും നമുക്ക് നമ്മുടെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് വരാം. അതേപോലെ തന്നെ നമുക്ക് തൃപ്പൂണിത്തുറയിൽ നിന്ന് ഇപ്പം ആരംഭിക്കുന്ന മെട്രോയിൽ കയറിയാണെങ്കിലും നമുക്ക് ഈ ഒരു പദ്ധതി നടപ്പാകുകയാണ് എങ്കിൽ നമുക്ക് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് മെട്രോയ്ക്കും വരാം. അപ്പോൾ എന്തായാലും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.
ആലുവ മെട്രോ സ്റ്റേഷനിൽ നിന്നും നെടുമ്പാശ്ശേരി ഇന്റർനാഷണൽ എയർപോർട്ടിലേക്കും തുടർന്ന് അങ്കമാലിയിലേക്കും പുതിയ പാത നിർമ്മിക്കാൻ വിശദമായ പദ്ധതി രൂപരേഖ തയ്യാറാക്കുന്നതിനാണ് ഈ പിന്തുണ തേടിയിരിക്കുന്നതെന്നാണ് അറിയാൻ സാധിച്ചത്. വിമാനത്താവളത്തിന്റെ ഭാഗത്ത് ഭൂഗർഭപാത ഉൾപ്പെടെയാണ് മൂന്നാം ഘട്ടം വിഭാവനം ചെയ്തിരിക്കുന്നത്. അതായത് ഇപ്പം നിലവിൽ രണ്ടാം ഘട്ടം എന്ന നിലയിൽ നമ്മുടെ മെട്രോ കാക്കനാട്ടേക്ക് നീട്ടിയിട്ടുണ്ട്. അപ്പം മൂന്നാം ഘട്ടമായിട്ടായിരിക്കും ഇത് വിഭാവനം ചെയ്യുന്നത്. അപ്പം അതിനുള്ള ചർച്ചകളാണ് ഇപ്പം നടന്നുകൊണ്ടൊക്കെ ഇരിക്കുന്നത്. പുതിയ റൂട്ടിന് ഏകദേശം 8,000 കോടി രൂപ വേണമെന്നാണ് വിലയിരുത്തൽ. എന്നാൽ ഇതിലധികം ഇനി വേണ്ടി വരുമെന്നും വിലയിരുത്തുന്നുണ്ട്. വിമാനത്താവളത്തിൻ്റെ ഭാഗത്ത് മെട്രോ എത്തുമ്പോൾ 5 കിലോമീറ്റർ അണ്ടർഗ്രൗണ്ട് പാതയായിട്ടാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട് അധികൃതരുമായി പ്രാഥമിക ചർച്ചകൾ നടന്നതായൊക്കെ വാർത്താ മാധ്യമങ്ങളിൽ ഇതിനിടയ്ക്ക് വാർത്തകളൊക്കെ വന്നിരുന്നു. വിശദമായ രൂപരേഖയുടെ അടിസ്ഥാനത്തിലാകും തുടർ ചർച്ചകളൊക്കെ നടക്കുന്നതെന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട്. എയർപോർട്ട് ഭാഗം ഒഴികെ ബാക്കി എല്ലായിടത്തും പദ്ധതി നിലവിലെ സ്ഥിതിയിലായിരിക്കും വിഭാവനം ചെയ്യുന്നത്. വിശദമായ പഠനത്തിന് ശേഷമേ ഇതിനെല്ലാം അന്തിമ തീരുമാനത്തിലേക്ക് എത്തുകയുള്ളൂ എന്നും അധികാരികൾ പറയുന്നുണ്ട് കേട്ടോ. ആലുവയിൽ നിന്നും നെടുമ്പാശ്ശേരി എയർപോർട്ട് വഴി അങ്കമാലി വരെ ഈ പുതിയ റൂട്ടിന് 19 കിലോമീറ്റർ നീളമാണ് കണക്കാക്കുന്നത്. കാക്കനാട് കഴിഞ്ഞാൽ മൂന്നാം ഘട്ടമായാണ് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് വഴി തുടർന്ന് അങ്കമാലി വരെയും മെട്രോ ആസൂത്രണം ചെയ്യുന്നത്. കൂടുതൽ വികസന പ്രവർത്തനങ്ങളൊക്കെ നമ്മുടെ നാട്ടിലേക്ക് വരിക എന്നുള്ളത് നമുക്കും അഭിമാനിക്കാം. എന്തായാലും വികസനത്തിന് മുൻകൈ എടുക്കുന്ന എല്ലാവർക്കും നമുക്ക് നന്ദി മാത്രമേ പറയാനുള്ളൂ. നല്ല കാര്യം, സന്തോഷം. അപ്പം വികസന കുതിപ്പിൽ നമ്മുടെ നാടും രാജ്യവും ഉയർച്ചയിലേക്ക് എത്തുമ്പോൾ ഇത്തരത്തിലുള്ള അത്യാവശ്യ കാര്യങ്ങൾ തടസ്സം കൂടാതെ നിർവഹിക്കുവാൻ നമ്മുടെ ഭരണാധികാരികൾക്ക് സാധിക്കുമെന്നുള്ള വിശ്വാസത്തിൽ, അതേപോലെ തന്നെ നാടിൻ്റെ നന്മയ്ക്കുതകുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളും രാഷ്ട്രീയ മുതലെടുപ്പുകളോ തടസ്സവാദങ്ങളോ ഉന്നയിക്കാതെ എല്ലാവരും ഒത്തൊരുമയോടെ നാട്ടിലെ ജനങ്ങളുടെ വിശ്വാസം ആർജിച്ച് ഈ കാര്യങ്ങളെല്ലാം നിർമ്മിച്ച് മുന്നേറാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഈ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പം പുതിയ നല്ല കാഴ്ചകളും യാത്രകളും ഇൻഫർമേഷൻ വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ പറയുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് യാത്രയും നല്ല നല്ല കാഴ്ചകളും ഇൻഫർമേഷൻ വീഡിയോസൊക്കെ ഇഷ്ടമാണ് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ഒന്ന് ചെയ്തേക്കുക. അപ്പം പുതിയ വീഡിയോകളും കാഴ്ചകളും ഇൻഫർമേഷൻ വീഡിയോകളൊക്കെ ആയിട്ട് ഉടനെ ഓടി വരാം. അതുവരേക്കും ടാറ്റാ, ബൈ.